യേശു ക്രിസ്തുവിലെ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, മഹാനായ ലോഗോസ് ബൈബിൾ ക്വിസിൻ്റെ ഈ പുതിയ വീഡിയോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമെന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ശിഷ്യരോട്, ബി അപ്പസ്തോലന്മാരോട്, സി ജനക്കൂട്ടത്തോട്. ഉത്തരം ഓപ്ഷൻ എ ശിഷ്യരോട്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനോട് എന്ത് ചെയ്യുക എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ തെറ്റ് തിരുത്തുക, ബി പശ്ചാത്താപത്തിലേക്ക് നയിക്കുക, സി ശാസിക്കുക. ഉത്തരം ഓപ്ഷൻ സി ശാസിക്കുക. ഓപ്ഷൻ സി ശാസിക്കുക. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ്: എ അപ്പസ്തോലന്മാർ, ബി ശിഷ്യന്മാർ, സി ജനക്കൂട്ടം. ഉത്തരം ഓപ്ഷൻ എ അപ്പസ്തോലന്മാർ. കടുകുമണിയോളം വിശ്വാസമുള്ളവരെ അനുസരിക്കുന്ന വൃക്ഷം ഏതാണ്? ഓപ്ഷൻസ്: എ ഒലിവ് വൃക്ഷം, ബി സിക്കമീൻ വൃക്ഷം, സി സിക്കമോർ വൃക്ഷം. ഉത്തരം ഓപ്ഷൻ ബി സിക്കമീൻ വൃക്ഷം. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ യേശു എതിലെയാണ് കടന്നുപോയത്? ഓപ്ഷൻസ്: എ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ, ബി ഒരു ഗ്രാമത്തിലൂടെ, സി സമരിയായ്ക്കും ജെറീക്കോയ്ക്കും ഇടയിലൂടെ. ഉത്തരം ഓപ്ഷൻ എ സമരിയായ്ക്കും ഗലീലിക്കും മധ്യേ. യേശു എവിടെ പ്രവേശിച്ചപ്പോഴാണ് കുഷ്ഠരോഗികൾ അവനെ കണ്ടത്? ഓപ്ഷൻസ്: എ സമരിയായിൽ, ബി ഗ്രാമത്തിൽ, സി ജെറുസലേമിലേക്കുള്ള വഴിയിൽ. ഉത്തരം ഓപ്ഷൻ ബി ഗ്രാമത്തിൽ. എവിടെ നിന്നിരുന്ന കുഷ്ഠരോഗികളാണ് യേശുവിനെ കണ്ടത്? ഓപ്ഷൻസ്: എ ഗ്രാമത്തിൽ, ബി വഴിയരികിൽ, സി അകലെ. ഉത്തരം ഓപ്ഷൻ സി അകലെ. അകലെ നിന്നിരുന്ന കുഷ്ഠരോഗികളാണ് യേശുവിനെ കണ്ടത്. താൻ രോഗവിമുക്തനായി എന്ന് കണ്ട കുഷ്ഠരോഗി എങ്ങനെയാണ് തിരിച്ചു വന്നത്? ഓപ്ഷൻസ്: എ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ബി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, സി ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്. താൻ രോഗവിമുക്തനായി എന്ന് കണ്ട കുഷ്ഠരോഗി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് തിരിച്ചു വന്നത്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചതാരാണ്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി ജനക്കൂട്ടം, സി ഫരിസേയർ. ഉത്തരം ഓപ്ഷൻ സി ഫരിസേയർ. ഫരിസേയരാണ് ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് യേശുവിനോട് ചോദിച്ചത്. പ്രത്യക്ഷങ്ങളായ അടയാളങ്ങളോട് കൂടിയല്ലാതെ വരുന്നതെന്താണ്? ഓപ്ഷൻസ്: എ ദൈവരാജ്യം, ബി സ്വർഗരാജ്യം, സി മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന്. ഉത്തരം ഓപ്ഷൻ എ ദൈവരാജ്യം. നിങ്ങൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്ന സമയം വരുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ദൈവരാജ്യം, ബി സ്വർഗരാജ്യം, സി മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന്. ഉത്തരം ഓപ്ഷൻ സി മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന്. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ ആഗ്രഹിക്കുന്ന സമയം വരുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത്. മനുഷ്യപുത്രൻ ആരാലാണ് ഉപേക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാരാൽ, ബി അപ്പസ്തോലന്മാരാൽ, സി ഈ തലമുറയാൽ. ഉത്തരം ഓപ്ഷൻ സി ഈ തലമുറയാൽ. ഉത്തരം ഓപ്ഷൻ സി ഈ തലമുറയാൽ. ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ? ഓപ്ഷൻസ്: എ ലോത്തിൻ്റെ, ബി യോനായുടെ, സി നോഹയുടെ. ഉത്തരം ഓപ്ഷൻ സി നോഹയുടെ. എന്നാണ് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്തത്? ഓപ്ഷൻസ്: എ ലോത്തിൻ്റെ ദിവസങ്ങളിൽ, ബി ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം, സി ലോത്ത് സോതോം ഗൊമോറയിൽ നിന്ന് ഓടിപ്പോയ ദിവസം. ഉത്തരം ഓപ്ഷൻ ബി ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം. ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്തത്. ആരുടെ നാളുകളിൽ സംഭവിച്ചതുപോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിൽ സംഭവിക്കുക? ഓപ്ഷൻസ്: എ ലോത്തിൻ്റെ, ബി യോനായുടെ, സി നോഹയുടെ. ഉത്തരം ഓപ്ഷൻ എ ലോത്തിൻ്റെ. വയലിലായിരിക്കുന്നവൻ പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് പറയുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻസ്: എ മനുഷ്യപുത്രൻ്റെ ആഗമന ദിവസം, ബി മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം, സി ദൈവരാജ്യം പ്രത്യക്ഷപ്പെടുന്ന ദിവസം. ഉത്തരം ഓപ്ഷൻ ബി മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസമാണ് വയലിലായിരിക്കുന്നവൻ പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് എന്ന് പറയുന്ന ദിവസം.
ലൂക്ക 17:18 അനുസരിച്ച് തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയത് ആർക്കാണ്? ഓപ്ഷൻസ്: എ സുഖപ്പെടുത്തപ്പെട്ട കുഷ്ഠരോഗിക്ക്, ബി സമരിയാക്കാരന്, സി വിജാതിയന്. ഉത്തരം ഓപ്ഷൻ സി വിജാതിയന്. യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: എ അന്ധയാചകൻ, ബി സമരിയാക്കാരൻ, സി വിജാതിയൻ. ഉത്തരം ഓപ്ഷൻ ബി സമരിയാക്കാരൻ. സമരിയാക്കാരനാണ് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞത്. കർത്താവെ എവിടേക്കെന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ ശിഷ്യർ, ബി അപ്പസ്തോലന്മാർ, സി ജനക്കൂട്ടം. ഉത്തരം ഓപ്ഷൻ എ ശിഷ്യർ. ലൂക്ക 17 എത്ര ചോദ്യങ്ങളാണ് യേശു ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ 4 ചോദ്യങ്ങൾ, ബി 5 ചോദ്യങ്ങൾ, സി 6 ചോദ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി 5 ചോദ്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. യേശു ക്രിസ്തുവിൽ അത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.